നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഇതൊരു മുഞ്ചാസൻ കഥയാണ് കേട്ടോ. എന്താ മുഞ്ചാസ കഥ എന്ന് പറഞ്ഞാൽ, നർമ്മത്തിൽ പൊതിഞ്ഞ വിധത്തിൽ താനൊരു കഥാപാത്രമായിക്കൊണ്ട് തൻ്റെ അനുഭവമായിക്കൊണ്ട് പറയുന്ന മുഞ്ചാസൻ എന്ന് പറയുന്ന ഒരു രസികൻ്റെ കഥയാണ് മുഞ്ചാസൻ കഥകൾ എന്ന് പറഞ്ഞ് കഥാലോകത്ത് രസിച്ചു കൊണ്ടിരിക്കുന്നത്. പല കഥകളുണ്ട്, ഒരുപാട് കഥകൾ. അതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു നർമ്മബോധം ഉണ്ടാകും, നമ്മളറിയാതെ ചിരിച്ചു പോകും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു മുഞ്ചാസൻ കഥയാണ്. ആ മുഞ്ചാസൻ കഥ എന്ന് പറയുന്നതിലെ ഒരു കഥാപാത്രം, മുഞ്ചാസൻ്റെ ഒരു അനുഭവ കഥയാണിത്. ഈ കഥയുടെ പേര് ആനക്കച്ചവടം. എന്താണ്? ആനക്കച്ചവടം. മുഞ്ചാസൻ ഒരു ദിവസം ഇങ്ങനെ രാവിലെ തന്നെ ഒരു യാത്ര ഇങ്ങോട്ട് പോയി ഒരു സ്ഥലത്ത് ചെന്നിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത്, ഒരു കെട്ടിടത്തിൽ ഒരു മുറിയൊക്കെ വാടകയ്ക്ക് എടുത്തൊരു കാടിൻ്റെ തീരത്ത് ഒരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിൽ മുറിയിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞിട്ട് എന്നാൽ ശരി ഒരു ചായ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് പല്ല് തേക്കാനായിട്ട് പേസ്റ്റ് എടുത്തു. പുതിയ പേസ്റ്റ് ട്യൂബാട്ടോ. അതെടുത്തിട്ട് അവരവർക്ക് ബ്രഷിലേക്ക് ഇത്തിരി പേസ്റ്റ് എടുത്തിട്ട് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിൽ നിന്ന് ഒരു ആന വന്നു. ആന എന്ന് പറഞ്ഞാൽ ആനയുടെ ഒരു രൂപം ഉണ്ടെന്നുള്ളൂ, സൂക്ഷിച്ചു നോക്കിയാലേ ആനയെന്ന് മനസ്സിലാവുള്ളൂ. ആനയും കട്ട് മെലിഞ്ഞ് എല്ലൻ തോൽ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലും തോലും മാത്രമായിട്ടൊരാന. ആനയ്ക്ക് നടക്കാൻ തന്നെ പറ്റുണ്ടോ ചോദിച്ചാൽ പറ്റുണ്ട്, അത്രേ ഉള്ളൂ. ആ ആന ഇങ്ങനെ വന്നു. കുറച്ച് നേരം മുഞ്ചാസൻ്റെ അടുത്ത് വന്ന് നിന്ന് തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി. അപ്പം മുഞ്ചാസൻ എന്ത് വിചാരിച്ചു? എനിക്ക് പല്ല് തേക്കണമായിരിക്കും, തന്നോട് പേസ്റ്റ് ചോദിക്കുകയാണാവോ എന്ന് വിചാരിച്ച് പുതിയ ട്യൂബ പേസ്റ്റാണ് കൊടുത്തു. പേസ്റ്റ് കിട്ടിയ വഴി ആന അതങ്ങോട്ട് വിഴുങ്ങി. അയ്യോ, 2 മാസം തനിക്ക് പല്ല് തേക്കാനുള്ള പേസ്റ്റ് ഉണ്ടായിരുന്നു, പൊട്ടിയത് ഇന്ന് എടുത്തോളൂ. അത് വിഴുങ്ങിയാണ്. എന്തൊരാനയാണപ്പ എന്ന് വെച്ച് ചായ കുടിക്കാനായിട്ട് അടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയിലേക്ക് അപ്പോഴും ആന അങ്ങനെ പുറകെ വരുന്നു. ഇതെന്താ ആനയ്ക്ക് എൻ്റെ പുറകെ കുടിക്കണമെന്ന് എന്നിങ്ങനെ തന്നെ മനസ്സിൽ വിചാരിച്ചു. അവിടെ ചെന്നു മുഞ്ചാസൻ ചായ കുടിച്ചു. ആന അങ്ങനെ നോക്കി നിൽക്കുക. എന്നാൽ കുടിക്കട്ടെ എന്നുവെച്ചിട്ടൊരു ചായ ആനയ്ക്ക് മേടിച്ചു. അത് കഴിഞ്ഞ് മുഞ്ചാസൻ കാട്ടിലേക്ക് നടന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും കായ്കനികളോ വല്ലതുമൊക്കെ മേടിച്ച് തിന്നാം. അപ്പോഴും ആന വരിക. ഇപ്പം കാട്ടിലേക്ക് പോകാൻ എന്നാൽ ശരി ചന്തയിലേക്ക് പോകും എന്ന് കരുതി ചന്തയിൽ ചെന്ന് വല്ല സാധനങ്ങൾ, ഭക്ഷണം എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് കരുതി ചന്തയിലേക്ക് ചെന്നപ്പോൾ ചന്തയിലും തൻ്റെ പറയാനുണ്ട്. ഇത് വലിയൊരു പുലിവാലായി. പുലിവാലല്ല, ആനവാലായി. ആനങ്ങനെ വാലായി തൻ്റെ പുറകെ നടക്കല്ലേ എന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ, ആന ഇങ്ങനെ മുഞ്ചാസൻ്റെ പുറകെ. അപ്പം മുഞ്ചാസന് തന്നെ തോന്നി, ഈ ചാവാലി പിടിച്ച ആന തൻ്റെ കൂടെ വരണത് ഒരു പണിയില്ലാണ്ട്. ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ പോയിരിക്കാൻ പോവാം. ആ ബംഗ്ലാവിൽ, ഞാൻ താമസിക്കുന്ന ബംഗ്ലാവിൻ്റെ മുറിക്കകത്ത് പോയിരിക്കാൻ പോവാം എന്ന് കരുതി അങ്ങോട്ടാ പോയി. അവിടെ ചെന്നപ്പോഴും ആന ഇങ്ങനെ പുറകെ വരുന്നുണ്ടായിരുന്നു. ഓട്ടിപ്പോയി ആ മുറിക്കകത്ത കയറി കതക് അങ്ങോട്ട് അടച്ചു. അപ്പം തന്നെ കാണില്ലല്ലോ ആന എന്ന് വിചാരിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോഴല്ല ആന കൊമ്പ് കാട്ടി ഇളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം അയ്യോ, ആന പോയില്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് വലിയ ശല്യമായില്ല ചേട്ടാ. പാടെ വല്ല വഴിക്കും പോകാൻ മുറിയൊക്കെ പൂട്ടി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഇനി ചന്തയിൽ പോകാമെന്ന് വെച്ചു. ചന്ത ചെന്നപ്പോൾ ചന്തയുടെ അടുത്ത് തന്നെ പുഴക്കരയുണ്ട്. ആ പുഴക്കരയിലെത്തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതേ തൊട്ട് പുറയുണ്ട് ആന വന്നേക്കണം. ഇടയ്ക്ക് മാർക്കറ്റിൽ എന്തോ വാങ്ങിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ ചന്തയിൽ പോയിട്ട് പുഴക്കരയിലുള്ള ചന്തയിൽ മത്സ്യ കച്ചവടക്കാരൊക്കെ ഉണ്ട്, ധാരാളം പേര്. പച്ചക്കറി കച്ചവടക്കാരുണ്ട്, വേറെ പല സാധനങ്ങളും കച്ചവടത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു സാധനം നോക്കി ഇങ്ങനെ മുഞ്ചാസം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചപ്പുറം മാറിയിട്ട് വലിയൊരു ബഹളം. നോക്കുമ്പോൾ എന്താ, അതാ ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് ആനയെ നിൽക്കുന്നുണ്ട്. അപ്പം എന്താണാവോ അവിടെ എന്ന് കരുതി ചെന്ന് നോക്കുമ്പോൾ എന്താ, അവിടെ മാന്യനായിട്ട് വന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാന്യൻ്റെ മണി പേഴ്സ് കാണാനില്ല. മണി പേഴ്സ് എന്ന് പറഞ്ഞാൽ പണം വയ്ക്കുന്ന പേഴ്സ് കാണാനില്ല.
അയാൾ പറയണു, അയ്യോ ഞാൻ ഒരു കെട്ട് നോട്ടുകൾ ഇന്ന് കച്ചവടം ചെയ്തിട്ടുള്ള നോട്ടുകൾ ഞാൻ ധാരാളം പച്ചക്കറിയും കൊണ്ട് വന്നതാണ്, അതങ്ങനെ തന്നെ മുഴുവനും വിറ്റു ഒന്നായിട്ട്. എന്നിട്ട് അതിൻ്റെ പ്രതിഫലമായി കിട്ടിയ ഒരു കെട്ട് നോട്ടുകൾ എൻ്റെ പേഴ്സിലുണ്ടായിരുന്നു. ആ പേഴ്സാണ് കാണാതെ കണ്ടായത്. അയ്യോ കഷ്ടമായി, ഇവിടെ വെച്ചതാ അവിടെ വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഓരോരുത്തർ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല, അവിടെ ഇരിക്കണം, ഞാൻ കണ്ടു, ഇപ്പോൾ കാണാനില്ല, ഇവിടെ കണ്ടു, ഞാനും കണ്ടതാട്ടോ, കാണാനില്ല കേട്ടോ, ഇപ്പം ഇവിടെ പോയി. ഇതിനിടയ്ക്ക് ആരെടുത്തു പേഴ്സ്? അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, ഒക്കെ ആകെ ഒരു ബഹളം, പേഴ്സ് കാണാനില്ല. അങ്ങനെയായിപ്പോയി. ഈ തിരക്കിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും തന്നെ സംശയമായിട്ട് തോന്നുമോ എന്ന് വെച്ചിട്ട് മുൻജാസൻ എന്ത് ചെയ്തു, തിരിച്ച് തന്നെ ബംഗ്ലാവിൽ പോകാമെന്ന് കരുതി. ബംഗ്ലാവിലേക്ക് നടക്കുമ്പോൾ അവിടെ എത്തണതിന് മുമ്പ് മുൻജാസൻ്റെ ഉള്ളിലൊരു സംശയം, ആനയെങ്ങനെ എടുത്ത് വിഴുകി കാണും. പേസ്റ്റ് മിറ്റത്തുന്ന ആളല്ലേ, ആനയല്ലേ, നല്ല കാര്യം ചിലപ്പോൾ പേഴ്സ് തിന്നുകയാണ്. ഒന്ന് ആനയോടൊന്ന് ചോദ്യം ചെയ്തു നോക്കട്ടെ വെച്ചിട്ട് തിരിച്ചു വന്നു. ആന എങ്ങനെ തറപ്പിച്ച് നോക്കി മുൻജാസൻ. ആനയ്ക്ക് കാര്യം മനസ്സിലായി, താൻ പേഴ്സ് എടുത്ത് തിന്നത് ഇയാൾ മനസ്സിലാക്കി എന്നാ തോന്നണേ, തൻ്റെ കള്ളത്തരം പൊളിഞ്ഞു എന്നാ തോന്നണേ എന്ന് കരുതി. ഉടൻ തന്നെ മുൻജാസൻ ആനയുടെ വയറൊക്കെ ഒന്ന് തടവി കൊങ്ങയ്ക്കിഞ്ഞ് പിടിച്ച്, ഛർദ്ദിക്കട, നീ തിന്നത് ഇങ്ങോട്ട് ഛർദ്ദിക്കട എന്ന്. ആന തുമ്പിയാട്ടി, തന്നോട് ഛർദ്ദിക്കാതാ പറ്റുന്നത് മസ്തകത്തിൽ ഒരു ഇടി കൊടുത്തു. ഇട്ടിയെ കൊടുത്ത വഴിക്ക് ആന ഒറ്റ ഛർദ്ദിച്ചപ്പോൾ എന്താ എടുത്തു പേഴ്സ്. നല്ല കറൻസി നോട്ടുകൾ ഒരു കെട്ട് ഉള്ള പേഴ്സ്. വേഗം മുൻജാസൻ അതെടുത്തു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എന്ന് ഒരു സായിപ്പടുത്ത് നിന്ന് ഇയാളെ അഭിനയിക്കാൻ. അപ്പോൾ മുൻജാസന് തോന്നി, സായിപ്പാൾ കൊള്ളാലോ, താൻ ഈ ആന ഛർദ്ദിച്ച പേഴ്സ് എടുക്കുന്നത് ഇയാൾ കണ്ടു, കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട, ഇയാളെങ്ങനെ തന്നെ പിടിച്ചാൽ പോലീസിൽ ഏൽപ്പിച്ചാലോ. സത്യത്തിൽ ഇത് ആന ഛർദ്ദിച്ചപ്പോഴാണ് പേഴ്സ് മുൻജാസനെടുത്തത്. മുൻജാസൻ്റെ എടുത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയാലോ പേഴ്സ് കാണാണ്ടായിട്ട് കുറച്ച് നേരം അല്ലേ ആയുള്ളൂ. അങ്ങനെ വിചാരിച്ചപ്പോൾ വേഗം അങ്ങോട്ട് പോവാം എന്ന് കരുതി. അപ്പോഴാണ് സായിപ്പ് പറയുന്നത്, ഈ ആന തൻ്റെയാണോ എന്ന് ചോദിച്ചു. അപ്പം മുൻജാസന് ഒരു ബുദ്ധി തോന്നി, ഈ പേഴ്സ് തൻ്റെ കയ്യിലിരുന്നോട്ടെ, ഈ ആനയെ കച്ചവടം ചെയ്താലോ, ഈ കറൻസി ഛർദ്ദിക്കുന്ന ആനയാണിത്, ഇത് വിശേഷപ്പെട്ട ആനയാണ് എന്ന് പറഞ്ഞ് സായിപ്പിനെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ചിലപ്പോൾ സായിപ്പ് ഈ ആനയ്ക്ക് കാശ് തന്നാലോ, നോക്കാം, കച്ചവടമൊത്ത ആ കാശ് കൂടി കിട്ടുമല്ലോ എന്ന് കരുതി മുൻജാസൻ എന്ന് പറഞ്ഞു, എൻ്റെ ആന അങ്ങേക്ക് വേണം, തരാലോ, എനിക്ക് ഒരുപാട് കാശൊന്നും തരണ്ട, എനിക്കൊരു 10,000 രൂപ എന്നാൽ മതി, ഈ ആന എടുത്തോളൂ. ഈ ആനയ്ക്ക് ഉള്ളൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? എല്ലാ ദിവസവും ഈ ചന്തയിൽ കൊണ്ടുവന്നാൽ മതി, ആന ഛർദ്ദിക്കും, മസ്തകത്തിൽ അങ്ങോട്ട് ഇട്ടിക്കണം, അപ്പോൾ ആന അങ്ങോട്ട് ഛർദ്ദിക്കും, അങ്ങോട്ട് ഛർദ്ദിക്കും. അത് മുഴുവൻ കറൻസി, ഒരു കെട്ട് കറൻസിയാണ്, വേണമെങ്കിൽ എടുത്തോളൂ, കുറച്ച് കാശ് തന്നാൽ മതി. അപ്പോൾ സാഹിബിൻ്റെ തോന്നി, ഇതൊരു നല്ല വരുമാനമാണല്ലോ, ആനയ്ക്കടെ മസ്തകത്തിനിട്ട് നല്ല ഇടി 4 എണ്ണം കൊടുക്കണതിന് ഇപ്പം എന്താ വിരോധം? ആന ഛർദ്ദിക്കട്ടെ, കറൻസി തന്നെ ഛർദ്ദിക്കട്ടെ, തനിക്ക് ഇഷ്ടത്തിന് പണമായില്ലേ എന്ന് കരുതി നല്ലൊരു കാശാ കൊടുത്ത് സായിപ്പ് ആനയെ അങ്ങോട്ട് മേടിച്ചു. ആനയെ അങ്ങനെ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ആന ദയനീയായിട്ട് മുൻജാസനെ ഒന്ന് നോക്കുക. നീ എനിക്കിട്ട് പണിതല്ലേ, നീ എനിക്കിട്ട് പണി തന്നുവല്ലേ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കാം. സായിപ്പ് ആനയും കൊണ്ടുപോയി. മുൻജാസനെ എന്ത് ചെയ്തു, സായിപ്പ് മേടിച്ച കാശ് പോക്കറ്റിലും വെച്ചു. ആ പേഴ്സിൻ്റെ ഉടമസ്ഥനെ ചന്തയിൽ പോയി അന്വേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇപ്പോൾ കാണാണ്ട് പോയ പേഴ്സ് ഇതാണോ എന്ന് ചോദിച്ചു. ആന ശബ്ദിച്ചു, അതെ 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 ഇത് തന്നെ എൻ്റെ പേഴ്സ്. തുറന്ന് നോക്കും, പണം മുഴുവൻ ഇല്ലേന്ന്. തുറന്ന് നോക്കിയപ്പോൾ തൻ്റെ കറൻസി നോട്ടുകൾ, ഒരു കെട്ട് നോട്ടുകൾ ഒരെണ്ണം പോലും കുറവില്ലാണ്ട് അതിൻ്റെ ഇരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു, നിങ്ങളെത്ര സത്യസന്ധനാണ്, നിങ്ങൾക്ക് എൻ്റെ പേഴ്സ് കിട്ടിയപ്പോൾ തിരിച്ചു തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് ചില പാരിതോഷികങ്ങളൊക്കെ തരാമെന്ന് കരുതിയിട്ട് ആ പേഴ്സിൻ്റെ ഉടമ മുൻജാസിന് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. മുൻജാസൻ ആ സമ്മാനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ മാറോടടക്കി പിടിച്ച് സായിപ്പ് തന്ന കാശ് കയ്യിൽ പോക്കറ്റിലും വെച്ച് സുഖമായിട്ട് തൻ്റെ താമസ സ്ഥലത്തേക്ക് അങ്ങ് തിരിച്ചുപോയി. ഇതാണ് ആന കച്ചവടം. ഒരു പൈസ മുതൽ മുടക്കില്ലാതെ കണ്ട് ആനയെ വിറ്റ കാശും പേഴ്സിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്നുള്ള കുറേ സമ്മാനങ്ങൾ മുൻജാസിന് അന്നത്തെ
തൻ്റെ കലാപരിപാടികൾ കൊണ്ട് തൻ്റെ നർമ്മമധുരമായ കഥകൾ ഉണ്ടാക്കി പറഞ്ഞതുകൊണ്ട് മുംതാസിന് കിട്ടുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ ഒരു മുംതാസൻ കഥ, ആനക്കച്ചവടം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.